കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ: പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ സഭ അതിൻ്റെ ശൈശവ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ചില പീഡകളുടെ 1-2 ഭാഗങ്ങൾ നമുക്ക് ഈ അധ്യായത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹെരോദാവ് പീഡിപ്പിക്കേണ്ടതിന്, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെ യാക്കോബ് മരണപ്പെടുമ്പോൾ യഹൂദന്മാർക്ക് അതിൽ പ്രസാദം തോന്നി. പിന്നെയും ഹെരോദാവ് പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്താക്കി പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ ദിവസം സ്തോത്രം 4 ചേവകരുള്ള 4 കൂട്ടം പട്ടാളക്കാരുടെ നടുവിൽ സ്തോത്രം കിടന്നുറങ്ങിയ പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടവന്നു. ഒരിക്കൽ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു ഭാഗത്ത് സ്തോത്ര പെസഹ കഴിഞ്ഞിട്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കാനോ ഇല്ലെങ്കിൽ അതിനെ അടുത്ത ശിക്ഷണ നടപടികളിലേക്ക് പോകാനോ വേണ്ടിയുള്ള തടവിൽ അവനെ സൂക്ഷിച്ചു വരുമ്പോൾ മറുഭാഗത്ത് പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി സ്തോത്ര സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രാർത്ഥന നമ്മുടെ വിധികളെ മാറ്റി എഴുതുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് പല വിടുതലുകളെയും വെളിപ്പെടുത്തുവാൻ ഇടവരും. പ്രാർത്ഥന സ്തോത്ര രോഗത്തെ സൗഖ്യമാക്കും. പ്രാർത്ഥന ബന്ധനങ്ങളെ അഴിക്കും. പ്രാർത്ഥന മുൻപിൽ പുതിയ വാതിലുകളെ തുറക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. സ്തോത്രം. ഇവിടെ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു അല്ലേ? ആ ശ്രദ്ധയുള്ള പ്രാർത്ഥനയുടെ അർത്ഥം എന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു. അപ്പം ഈ പ്രാർത്ഥന മാത്രം വെളിപ്പെട്ടാൽ പോലെ അതിനകത്തൊരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. എന്താണ് ഈ ശ്രദ്ധ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്നത്. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോഴൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏകാഗ്രതയോടുകൂടെയുള്ള പ്രാർത്ഥന അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ഇന്നത്തെ തലമുറയിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷെ മറ്റു പല വിഷയങ്ങൾ അവർ എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ബൈബിള് വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ സ്തോത്രം ആരാധനയ്ക്ക് ചർച്ചിൽ പോലും ഇപ്പോൾ ആരാധനയോടൊപ്പം മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ടോ ഇന്നവർ സ്തോത്രം, ഇല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ഇടപഴകി ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന അനേകരും നമുക്ക് ഈ കാലത്ത് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരാത്തത്. പലപ്പോഴും ദൈവം മറുപടി തരാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഈ വിഷയങ്ങളാണ്. ഏകാഗ്രതയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ പത്രോസിൻ്റെ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരുപക്ഷെ മരണം മുന്നിൽ കണ്ടോ, ഇല്ലെങ്കിൽ സ്തോത്രം അവന് പ്രതികൂലമായി വിധി വരുമോ എന്നൊക്കെ കണ്ടായിരിക്കും പത്രോസ് അന്ന് രാത്രി ഉറങ്ങിയത്, ഇല്ലെങ്കിൽ സ്തോത്രം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ സ്തോത്രം പ്രാർത്ഥിച്ച ദൈവമക്കൾക്കറിയാം ഈ പ്രാർത്ഥന വിടുതലുകളെ കൊണ്ടുവരും. അവരുടെ മുൻപിൽ പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന പത്രോസിനെ കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്തരത്തിലായിരുന്നു ആ അഭിഷേകത്തിനകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങിയത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, പ്രാർത്ഥന അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ഒരു സ്തോത്രം ആയുധമാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ മാറ്റം വരുത്താൻ, നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കുക. ദൈവം ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.